ഇത് ബൈ ചാൻസിൽ മലേഷ്യൻ എയർപോർട്ടിൽ വന്നപ്പോൾ കണ്ടതാണ്. കോലാലംപൂർ എയർപോർട്ടിൽ നമ്മൾ ഡ്രൈവർ പറഞ്ഞു ഇവിടെ ഉണ്ട് ഒരു സ്പേസ്, നമുക്ക് വിമാനം കാണാൻ പറ്റിയെന്ന് പറഞ്ഞു. പ്ലെയിന് പൊങ്ങുന്നതും താണും കാണാൻ പറ്റിയ. അപ്പോൾ നമുക്ക് ആകെ 7 കിലോമീറ്ററുള്ള കാണാൻ പോകേണ്ട ആവശ്യമില്ല, നമ്മളൊന്നും കാണണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്ന് അയാളും പറഞ്ഞു. ശരി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾ പോന്നു. ഒരു 4-5 കിലോമീറ്റർ ഉള്ളിൽ ഇങ്ങോട്ട് വന്നപ്പോൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇവിടുത്തെ മലേഷ്യൻ എയർപോർട്ട് അവരുണ്ടാക്കിയാണ്. ഓപ്പറേഷൻ അവർ 7 മണി മുതൽ 7 PM വരെ അവർ തന്നെയാണ്. മലേഷ്യ എയർപോർട്ടിൽ നിന്നുള്ള അവരെ സൈറ്റിലുള്ള തന്നെയാണ്. സീറ്റും കാര്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ആൾക്കാർക്ക് ഇരിക്കാം, ഇതാക്കാം. നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഡ്രോൺ പാടില്ല എന്നുള്ളത് ബോർഡ് ഇങ്ങനെ ഒരു മഴയാലും വെയിലായാലും കൊള്ളാത്ത രീതിയിൽ അഞ്ചും സ്പോർട്സ് എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടല്ലേ കുറേ വാഹനങ്ങൾ വന്നിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇതിൽ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട്. അവിടെ ഐസ്ക്രീം വെക്കുന്നുണ്ട്, അതൊക്കെ പടിഞ്ഞെടുക്കാണ്. കുറച്ച് സമയം തുറക്കുമായിരിക്കും. ഐസ്ക്രീം വണ്ടികൾ വരുന്നത് ഫാമിലിയായിട്ട് ഇവിടെ വരുന്നുണ്ട്. അവിടെയൊക്കെ നിർത്തുന്നു. ഇവിടെ അത്യാവശ്യം നല്ലൊരു കായലുണ്ട്. ഇവിടുന്ന് കാണാം അതാ വിമാനം ഒന്ന് പൊങ്ങിക്കൊണ്ടിരിക്കണേ. അതാ പൊങ്ങുന്നത്. അപ്പോൾ ഇതിന് വരുന്നത് ഇങ്ങോട്ട് വരുന്നത്. അതങ്ങ് പോട്ടെ, പോയിട്ട് അടുത്തെടുക്കാം. അതാ പൊങ്ങി അതാ പൊങ്ങിപ്പോയി. അങ്ങേര് പൊങ്ങിപ്പോയപ്പോൾ അത് വേറെ ഒരെണ്ണം വന്നിട്ടുണ്ട്. അത് പൊങ്ങാൻ വേണ്ടി വരികയാണ്. ഇതാ വേറെ ഒരെണ്ണം ഇവിടെ ഇതാ വരുന്നുണ്ടിരിക്കുന്നത്. അല്ലല്ലോ, ഏതാണത്? ഇതാ ഒരെണ്ണം വരുന്നത്. ഇതൊരു ബുള്ളർ ഇതാ പോകുന്നത്, വേറെ ഒരു വണ്ടി ഇതാ പോകുന്നത്. അതവിടെ സൈഡാക്കി വേറെ ഒരെണ്ണം അതാക്കണം. അവിടെ എയർപോർട്ടിൻ്റെ ഒരു മൂലം അവിടെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവുന്നത്. ഇത് അവിടെ പോയി തിരിയാണ്. ഇതായി ഫ്ലൈറ്റ് കയറാനാണ് ഇവിടെ വരുന്നത്. ഇറങ്ങാൻ കാഴ്ചക്ക് വേറെ അപ്പുറത്തോടെ ഉണ്ടെന്ന് പറഞ്ഞു, ഞങ്ങൾ കണ്ടിട്ടില്ല. ഇത് കയറുന്ന ഭാഗം മാത്രമാണ്. അത് അവിടെ ഇറങ്ങി ചെറിയ ഫ്ലൈറ്റാണ് തോന്നുന്നുണ്ട്. അത് അവർ സപ്പോർട്ട് വണ്ടിയൊക്കെ കയറും. അത് കോലാലംപൂർ എയർപോർട്ടിൽ തന്നെയാണ്, വലിയ എയർപോർട്ടാണ്. 4 കിലോമീറ്റർ ഇങ്ങോട്ട് പോകുന്നുണ്ടാവും. ഇത് കാണണമെങ്കിൽ തന്നെ ബാക്കിക്ക് വരുന്നത് വേറെ പുറത്ത് വരുന്നത് വേറെ നാട്ടിന് അവിടെ വരുന്നത്. അയാൾ റെഡി ആയിക്കാണ് പോകാനുള്ള. സ്പീഡ് കൂടുന്നതാ, സ്പീഡ് കൂടി അങ്ങനെ പോണേ. നിലം വിടാറായി. അതാ പൊങ്ങി, ഫസ്റ്റ് ടയർ പൊങ്ങി. പൊങ്ങിപ്പോയി. ആള് പൊങ്ങിപ്പോയി. ഒരാൾ ഇതാ പൊങ്ങിപ്പോയി. അയാൾ പൊങ്ങിപ്പോയി. അപ്പോഴേക്കും ഇതാ വേറൊരാൾ വരുന്നത്. ഇതാ സൗദിയാണോ നോക്കാം. സൗദിയ. അതെ, ഇറങ്ങണ അപ്പുറത്താണ്. അത് പറഞ്ഞല്ലോ, അപ്പുറത്ത് വേറെ ഉണ്ടെന്ന്. ഇതാ ഇറങ്ങുന്ന ഫ്ലൈറ്റ് അത് വരുന്നത്. അതാ വരുന്നത് അപ്പുറത്താണ്. നമ്മൾ അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞു വരും. അതങ്ങ് പോയി. അവിടെ
അവിടെ ഒരു ജസ്റ്റ് കാഴ്ച കാണുമായിരിക്കും. അതാ സൗദി കയറാൻ വരുന്നതാ, സൗദി കയറാൻ വരുന്നതാ. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങും, അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റിയിട്ട് കുറച്ചും വലിയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് കുറച്ചും ബാക്കൊക്കെ പോകുന്നുണ്ട്. അതാണ് സംഭവം. മറ്റവരൊക്കെ അവിടെ നിന്നാണ് ഇറങ്ങിയത്. ഇതാ വലിയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ബാക്കൊക്കെ വരാണ്. പൂർവാധികം ശക്തിയോട് കൂടി മുന്നോട്ട് തന്നെ പോകും. അങ്ങ് പോകുന്നത് അങ്ങത്ത് പോയി നോക്കാലോ, കാണാലോ. സൗദിയ സൗദീൻ്റെ ഫ്ലൈറ്റ് നമ്മൾക്കും വരുന്നുണ്ടല്ലോ അടുത്ത 1-ാം തീയതി തൊട്ട്. അതെ, നമ്മളവിടെ ഉണ്ടല്ലോ കാറ്റിന് ഇങ്ങനെ കാറ്റിൻ്റെ ദിശ അറിയാൻ. അത് ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ കറങ്ങും. ഓൽക്ക് എന്തെങ്കിലും ഇതുണ്ടാവും. നമ്മളവിടെ ഉണ്ട സാധനം. സൗദി ലാസ്റ്റിൽ പോവാം. അതോ ഞാൻ അങ്ങോട്ടൊരു വേറെ എവിടേക്കും പോവാണ് നമ്മൾ. അങ്ങനെ കുറേ സ്ഥലം വേണ്ടിയിരിക്കും. അത് സാധാ ഫ്ലൈറ്റ് ആവില്ല വലിയ. അതൊക്കെ ഇല്ല കറങ്ങന്നെയാണ്. അവിടുന്ന് കറങ്ങാണ് ഫ്ലൈറ്റ്. അത് അവിടെ ഇറങ്ങിയപ്പോഴേ തട്ടിയതാ, നിലത്തട്ടി. അതിൻ്റെ അത് പൊട്ടി, പമ്പർ പൊട്ടിയാ. സൗദി ഫ്ലൈറ്റ് ഞാൻ അങ്ങോട്ട് കയറി പോകണി. വേറെ അങ്ങോട്ടുണ്ടോ? ഇല്ലല്ലോ, അങ്ങോട്ടില്ലല്ലോ. അതാ കറങ്ങണം. അവരിങ്ങോട്ട് കറങ്ങന്നെയാണ്. ഇങ്ങോട്ട് കറങ്ങുന്നത്. ആ ഫ്രണ്ട് കറങ്ങി വന്നു. വലിയ ഫ്ലൈറ്റ് ആയിട്ടേ. ജംബോ ആയിരിക്കില്ല. എന്തേലും പറയാം, ജംബോ എന്താ പറയാ? രണ്ട് ഇതുണ്ടാവും അല്ലേ. അതിന് മേലെ തന്നെ വേറൊരു ഫ്ലൈറ്റ് വരുന്നതാ ഇറങ്ങാൻ. അതാ അങ്ങോട്ട് ഇറങ്ങി പോവുക. സൗദി ഇവിടുന്ന് ടാറ്റടിക്ക് ഇപ്പോൾ അതാ ഇറങ്ങി. ഒരാളാ ഇറങ്ങി വരുന്നത്. ഇതൊക്കെ ഇവിടുന്ന് നല്ല കാഴ്ച ഉണ്ട്. ഈ സൗദി ഫ്ലൈറ്റ് നല്ലൊരു കാഴ്ച ആയിട്ടോ അല്ലേ. അടിപൊളിയോ. വലിയ ഫ്ലൈറ്റാ, വലിയ ഫ്ലൈറ്റാ. ഇനി എങ്ങനെ ഇവിടെ പിടിക്കാം, അതെങ്ങനെ പിടിക്കാതെ ഇതാ വരുന്നു. പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നുണ്ട്. ഇതാ അവിടുന്ന് പൊങ്ങാനുള്ള പരിപാടി. ഉണ്ടമ്മോ അതിൻ്റെ വലിപ്പം നോക്കിയേ. അതൊക്കെ നമ്മൾ കരിപ്പൂര് വന്നാലേ മോങ്ങത്തുനിന്ന് തന്നെ കറങ്ങേണ്ടി വരും. എൻ്റമ്മോ, ഇതാ പോണ് രാജാവ് ഇതാ പോണ്. രാജാവൊക്കെ എൻ്റമ്മോ പൊങ്ങിയില്ല. ഇപ്പോഴും പൊങ്ങിയില്ല കേട്ടോ. എത്ര ദൂരത്തുനിന്നാണ്. ഇപ്പോഴും മങ്ങില്ല. അതാകണ് ടയറ് നിലത്തെറിഞ്ഞുകൊണ്ടേ പോകുന്നേ. അരുതി അതാ പോകുന്നേ. അതാ പൊങ്ങി ഇതാ അപ്പുറത്ത്. അതാ അതിൻ്റെ താഴെ വേറെ വന്നിക്കണേ. വേറെ ഫ്ലൈറ്റ് അതാ വന്നിക്കണേ ഉണ്ടല്ലേ. വലത് ഭാഗത്തെടുത്ത് വലത് ഭാഗത്ത് അടിയിൽ വരുന്നതാ പൊങ്ങി. അയാൾ പൊങ്ങിപ്പോയി. എവിടെ അയാൾ കാണാമല്ലോ. ആൾ പൊങ്ങിപ്പോയപ്പോൾ പ്രശ്നമില്ല. അപ്പുറത്തെ വേറൊരാൾ വരുന്നത്. വീഡിയോ എടുത്താൽ തീരുമില്ല. അതിങ്ങനെ വന്ന് ഇറങ്ങിയ അപ്പുറത്തുനിന്ന് വേറൊരാൾ ഇറങ്ങാൻ വരുന്നതാ. ഇറങ്ങണ നമ്മൾ കാണില്ല. ഇറങ്ങണ അപ്പുറത്ത് അതേപോലെ സൈറ്റ് ഉണ്ട്. അത്ര അവിടെ ഇതേപോലെ ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. ഞാൻ കണ്ടില്ല. അവിടെ പോയിട്ട് നമുക്ക് കാണാം. വലിയ ഫ്ലൈറ്റുകളാണ്. ഇഷ്ടംപോലെ കണക്ഷൻ ഫ്ലൈറ്റുള്ള സ്ഥലമല്ലേ ഇവിടെ. നമ്മളതിപ്പോൾ വേറെ രാജ്യത്തേക്ക് പോകാൻ വേണ്ടി കണക്ഷൻ വന്നാൽ അവിടെ, അല്ലാതെ മലേഷ്യയിലേക്ക് വന്നതല്ല. നോ ഡ്രോൺ സോണ്. ഇറങ്ങണേ. അതും വലിയ ഫ്ലൈറ്റ് തന്നെ. അതും വലിയ ഫ്ലൈറ്റാണല്ലോ.
അത് കണ്ടില്ലേ, ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടാക്കി വെച്ചതാണ്. അതാണിപ്പോൾ പറഞ്ഞു വരുന്നത്, ഇങ്ങനത്തെ സ്ഥലം ഇതിനായിട്ട് ഉണ്ടാക്കി വെച്ചതാണ്ടല്ലേ. അതിൻ്റെ ഇതൊക്കെ കാണിച്ചതാണ്. നല്ല സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് എടുത്ത് ഇറങ്ങിയിട്ട് കയറാൻ ഭംഗിയായിട്ടുള്ള ഗേറ്റ് കാര്യമൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഡസ്റ്റ്ബിന്ന് കാര്യമൊക്കെ ഉണ്ട്. വേസ്റ്റൊന്നും ഇടാൻ അവിടെ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നുണ്ട്. വൈകിട്ടായ കുറച്ചുകൂടി വരുന്നതാണ് ഡ്രൈവർ പറഞ്ഞ്. വർക്കിംഗ് ടൈം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് വന്നിട്ട് കാര്യമുള്ളൂ. 7 to 7 PM. അത് നമ്മൾ വന്ന വണ്ടിയാണ്. കുറേ ബൈക്ക് റൈഡേഴ്സ് അവിടെ എന്താ പരിപാടി? അതെന്താ കണ്ടില്ലല്ലോ. ബൈക്ക് റൈഡേഴ്സ് ഇതിൻ്റെ അപ്പുറത്തൊരു ബൈക്ക് റൈഡേഴ്സിൻ്റെ ഇതുണ്ട്. അവിടെ ആ ഭാഗത്താണത്. മത്സരങ്ങളും കാര്യമൊക്കെ നടക്കുന്നത് കണ്ടില്ലേ. ഇവിടെ തിന്നാൻ തന്നെ കാണാം. നമ്മളെ ഗവൺമെൻറ്റാണെങ്കിൽ ഇതൊക്കെ പാടെ മറിച്ചിട്ടിട്ട് അതിന് മേലൊരു മുള്ളുവേലിയും വെക്കും. പിന്നെ ആരാണ്ട് തൊടുന്ന എവിടുന്നേലും കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അവ മറിച്ച് വെക്കും. ഇവരല്ല കണ്ടില്ല, പബ്ലിക്കായിട്ട് കാണുന്ന രീതിയിലാണ് നിർത്തിയിട്ടുള്ളത്. അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ടുള്ള ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, നിയമവാലികളൊക്കെ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അവർ ഇന്ത്യക്കാരനാണ് നിൽക്കുന്നത്, ഇതേതാ രാജ്യക്കാരാണെന്ന് അറിയില്ല. അവിടെ ഉള്ളവരൊക്കെ ഇപ്പോൾ പോയി കാറിൽ പോവുകയാണ്. ബൈക്കുകാരെന്താ ബൈക്കിൻ്റെ അവിടെ കായലുണ്ട്, കായലിൻ്റെ കാഴ്ചയുണ്ട്. അവിടെ ഒരു ഫ്ലൈറ്റ് പോയൊക്കെ വരുന്നത്. എയർപോർട്ടല്ല, അങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ കാഴ്ചൻ്റെ കാര്യം പറയുന്നത്. എയർപോർട്ടിൽ ഫ്ലൈറ്റ് വരുന്നതിൻ്റെ കാര്യമല്ല, നമുക്ക് കാഴ്ച. ഇവിടെയും കുടുംബസമേതമൊക്കെ ആൾക്കാർ വന്നത് കാണുന്നുണ്ട്. എയർ ഏഷ്യയുടെ ഫ്ലൈറ്റുകൾ അങ്ങ് നിർത്തിയിട്ടാണ്. നമ്മളത് കോഴിക്കോടൊക്കെ ഒരു 100 രൂപ വാങ്ങണം. 100 രൂപേൻ്റെ മേലെയാണോ എനിക്കറിയില്ല. 100 രൂപ വാങ്ങിയിട്ട് ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കുക അങ്ങനെ. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ വരുമായിരിക്കും. നമുക്ക് പ്രശ്നമില്ല, ഭാഗത്തുനിന്ന് മേലേക്ക് നോക്കിയാൽ കാണുന്നുണ്ട്. എന്നാലും പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ കുറേ വണ്ടികൾ പോയി. വന്നപ്പോൾ നല്ല നിറച്ച ആളുണ്ടായിരുന്നു. വേറൊരു ഫ്ലൈറ്റ് വരുന്നത് എല്ലാം നേരെ കാണാം. പക്ഷെ ഇറങ്ങുന്നത് കാണില്ല, കയറുന്നതാണ് കാണുന്നത്. അതൊന്നും സമയത്തൊക്കെ അല്ലേ. ഏതാ ഫ്ലൈറ്റ്? ഫ്ലൈറ്റ് തന്നെയാണല്ലോ. അതാ ഫ്ലൈറ്റിനെ പിടിക്കാറിന് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത്ര സൂം ചെയ്തുകൊണ്ട് അടുത്തായിരിക്കില്ല. അപ്പുറത്ത് കട്ടിങ് ഉണ്ടല്ലോ. ഇവിടെ അതാ പോയി. ശരിയാ. വെയിറ്റ് ആൻഡ് സീ. ഇതാ വേറൊരാൾ വരുന്നത്. വേറെ ഒരാൾ വരുന്നത്.
സാമൂഹ്യ വിരുദ്ധരൊന്നും വരില്ല. രാത്രി ആയി കഴിഞ്ഞാൽ അവിടെ അടച്ചിട്ടുണ്ടെന്ന്. ഒന്നുകൂടി കയറട്ടെ മേലെ തന്നെ, ഞാൻ ഒന്ന് കാണട്ടെ, ഇരിക്കട്ടെ. ഞാനിത് വീഡിയോ പിടിക്കാൻ വേണ്ടി വന്നോന്നല്ല, ബൈ ചാൻസിൽ വന്നപ്പോൾ കണ്ടപ്പോൾ എനിക്കിവിടെ നല്ല ആശയമായി തോന്നി, അതുകൊണ്ട് പിടിച്ചു എന്നുള്ളൂ. ഇവിടെ അടുത്ത വിമാനം അത് ഒരെണ്ണം അവിടുന്ന് ഇറങ്ങി വരുന്നത്, ഒരെണ്ണോടെ ചുറ്റി കളിച്ചിരിക്കണതാ. ഒരു ചെറിയ കുട്ടി വിമാനതാ പോന്നെ. രണ്ടെണ്ണം ഇങ്ങോട്ട് വരുന്ന, അവിടെ ഒരെണ്ണം അങ്ങോട്ടും പോകുന്നതാണ്. മൂന്നെണ്ണം.